സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. നോമ്പുകാല ചിന്തകളിൽ ക്രൂശിലെ 7-ാമത്തെ മൊഴിയാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. അതിനായി തിരഞ്ഞെടുത്ത തിരുവചന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 23 വാക്യം 46. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം യേശു ക്രൂശിൽ വെച്ച് മൊഴിഞ്ഞ 7-ാമത്തേതും അവസാനത്തേതുമായ മൊഴിയാണ്. 7 പൂർണ്ണതയുടെ സംഖ്യയാണ്. അതെ, പിതാവായ ദൈവം അവിടുത്തെ പുത്രനായ ക്രിസ്തുവിൽ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അവസാനമായി ചെയ്യുവാൻ ഉണ്ടായിരുന്നത് തൻ്റെ ആത്മസമർപ്പണമാണ്. യേശുവിൻ്റെ ഈ അവസാന വാക്കുകളിൽ നാം കാണുന്നത് ഏറ്റവും ബലഹീനമായ ഒരു പരാജയത്തിൻ്റെ വാക്കല്ല, ഇത് ആത്മസമർപ്പണമാണ്. യേശു ക്രൂശിൽ കിടന്നുച്ചരിച്ച ശബ്ദമൊഴികൾ ഒരുപക്ഷെ പരസ്പര ബന്ധമില്ലാത്തതെന്ന് നമുക്ക് തോന്നാം. എന്നാൽ അവ ആഴമായി ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും യേശുവിൻ്റെ ഓരോ മൊഴികളും പരസ്പര ബന്ധമുള്ളതായിരുന്നു എന്ന്. യേശു ഇവിടെ അവസാനമായി തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കഷ്ടതകളും വേദനകളും നഷ്ടങ്ങളും അകാല മരണങ്ങളും അതുപോലെ ജീവിത പ്രതിസന്ധികളും പലവിധ ബുദ്ധിമുട്ടുകൾ, കടഭാരങ്ങൾ, ഇങ്ങനെ ജീവിതയാത്രയിലുണ്ടായ കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങൾ, ശത്രുക്കളുടെ ഭീഷണി, പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, ഇതെല്ലാം പല മനുഷ്യരുടെയും മുമ്പിൽ വരുമ്പോൾ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നത് ആത്മഹത്യയിലാണ്. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ സഹായിക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം, അഥവാ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതിന് പകരം പലരും ആത്മഹത്യയിലാണ് ആശ്രയം കണ്ടെത്തുന്നത്. ഇത് ശരിയല്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ എന്നുള്ളത് നരകത്തിലേക്കുള്ള എളുപ്പ വഴിയാണ്. ഇവിടെ യേശുവിനെ നോക്കുക. യേശുവിനെ ഇനി വേദനിപ്പിക്കാൻ എന്തെങ്കിലും ബാക്കി വച്ചിട്ടുണ്ടോ? ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിച്ചിരിക്കുകയാണ്. ഈ സമയം യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നമുക്കും കരുണീയമായിട്ടുള്ളത് ഇത് തന്നെയാണ്. മനുഷ്യരാൽ അസാധ്യമായ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിന് ദൈവകരങ്ങളിലേക്ക് കൈമാറുകയാണ് വേണ്ടത്. അന്ത്യം വരെ കാത്തിരിക്കുകയാണ് വേണ്ടത്.
യേശു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അവസാനം വരെ കാത്തിരിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. അതെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഏത് പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ യേശു ചെയ്തതുപോലെ നമ്മുടെ ആത്മാവിനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് അനിവാര്യമായിരിക്കുന്നത്. അങ്ങനെയായാൽ ദൈവം തക്ക സമയത്ത് തൻ്റെ പ്രവൃത്തി നമ്മിൽ നിവർത്തിക്കും. പിതാവായ ദൈവം തൻ്റെ പ്രവൃത്തി യേശുവിൽ നിവർത്തിച്ചതുപോലെ തന്നെ. ആമേൻ, ആമേൻ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം വലവും ഇരുൾ പെരുകി ഇല്ലവേ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. ഉള്ളിൽ കുടുങ്ങി തേങ്ങരയും ഒരു പാവമാണേ ഞാൻ. എന്നെ തിരക്കി തേടി വരുവാൻ പ്രിയനേശു നീ മാത്രം. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. എന്നെ കുരുക്കാൻ തീർത്ത കെണികൾ പ്രിയനേശു ഭേദിച്ചു. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം